കുട്ടികൾ കളികളിലാണ് അവധി സമയം. ടൈം ടേബിൾ ഇല്ലാത്ത ജീവിതം. ചിലർ ഡേ കെയറിൽ, ചിലർ വീടുകളിൽ തന്നെ, മറ്റു ചിലർ കൂട്ടുകാരോടൊപ്പം. ശരി തന്നെ, കുട്ടികൾ കളിക്കുന്നു, കളിയിലാണ് അവർ. പക്ഷേ കളികളിലൂടെ ചിന്തകളെ, കാഴ്ചകളെ ഉണർത്തുന്നിടത്താണ് കുട്ടികളുടെ വളർച്ചയിൽ ഒരു പ്രധാന ഘട്ടം മൈൽ സ്റ്റോൺ പൂർത്തിയാക്കി അടുത്തതിലേക്ക് അവർക്ക് മുന്നേറാനാകുക. കുട്ടികളുടെ കളികളെ അടുത്ത് നിന്ന് നിരീക്ഷിക്കണം. കളിക്കിടയിൽ അവർ പ്രകടിപ്പിക്കുന്ന മൂല്യങ്ങൾ, ആശയങ്ങൾ, കഴിവുകൾ, താല്പര്യങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ കുട്ടികൾ കളികളിലൂടെ വളരുന്നതിൻ്റെ നേർചിത്രം മനസ്സിലാക്കാനാകണം. ആകാംക്ഷയും താല്പര്യവും എല്ലാം ചുമ്മാ കളിച്ചു തീർക്കാനുള്ള ആവേശങ്ങളല്ല കുട്ടികൾക്ക് നൽകുന്നത്. കുട്ടികളുടെ ബുദ്ധി നൽകുന്ന പ്രേരണകൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും അവയിൽ ഇടപെടാനും അവയെ നിയന്ത്രിക്കാനുമുള്ള ചിന്തയും അറിവും കഴിവും നേടാനുള്ള പ്രേരണകളാണ്. വലിയ ഫീസ് നൽകി ഉയർന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. കുട്ടികൾക്കൊപ്പം കളിക്കാൻ ടെക്നോളജി നൽകുന്ന ഉപകരണ കൂട്ടുകാരും ഉണ്ട്. ഈ മുന്നേറ്റങ്ങളുടെ നടുവിലും ഓരോ കുട്ടിയുടെയും സ്വാഭാവിക വളർച്ചയുടെ തലങ്ങൾ കണ്ടെത്തി അവയോട് സംവദിക്കാനും കൂട്ടുകൂടാനും കുട്ടിയെ ബഹുമാനിച്ച് സന്തോഷത്തിൽ വളർത്താനും പ്രത്യേക ശ്രദ്ധ നൽകണം. ഈ രീതിയിൽ തന്നെ കുട്ടികളുടെ ആകാംക്ഷയുടെ തിരികൾ കത്തിക്കണം. കളികളും സ്വയമായി ചെയ്യാനുള്ള വാശിയും ആകാംക്ഷയുടെ ചോദ്യങ്ങളുമെല്ലാം മാതാപിതാക്കളും അധ്യാപകരും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള അവസരമാക്കി വളർത്തണം. കളികൾ വലിയ അവസരമാക്കണം. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ, അവരോടുകൂടെ വളരാൻ ഉള്ള അവസരം. കുട്ടികളുടെ കളികളും കളിക്കൂട്ടുകാരും കളിയിടങ്ങളും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പ്രാപ്തിയുള്ളവയാണ്. ഇവിടെ കളിക്കൂട്ടുകാരായി കൂടി കുട്ടികളെ വളർത്തുക എന്നതിൽ മാതാപിതാക്കന്മാർ വഴക്കവും തഴക്കവും ശീലവും പരിചയവും നേടിയെടുക്കണം.